നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഈ തവണ നമ്മൾ ഒരു കാച്ചിൽ തുറക്കുന്ന വീഡിയോ കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു നിധി കിട്ടിയ വീഡിയോ ഇട്ടിരുന്നു. ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഒരു നിധി തന്നെയാണ്. കാരണം ഇത് ഞങ്ങളെല്ലാ വർഷവും ഇതുപോലെ ഓരോ മരത്തിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ നട്ടിടും. അത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളതൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കും. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല എവിടെയാണ് നട്ടത് എന്നുള്ളത്. പിന്നെ അത് മുളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അറിയുള്ളൂ, ഇവിടെ ഒരു കാച്ചിലുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മൾ പറയും അടുത്ത വർഷം പറിക്കാമെന്ന് പറയും. അങ്ങനെ വിട്ടുപോകും പലപ്പോഴും. ഇതും അതുപോലെ തന്നെ വിട്ടുപോയതാണ് ഈ രണ്ട് കാച്ചിലിൻ്റെ കട. അപ്പോൾ ഇത് ചെറിയൊരു കണങ്ങായിരുന്നു, കുറച്ച് കിട്ടി. ഏകദേശം 2 കൊല്ലമൊക്കെ ആയ കാരണം ഉണ്ടല്ലോ, ഇത് കൊത്തി അയക്കില്ല. നല്ല ഹാർഡായിട്ടാണ് ഇവിടുത്തെ മണ്ണിരിക്കുന്നത്. അതുപോലെ ഇത് ഇളക്കിയാലും പോകുന്നുമില്ല. പലപ്പോഴും ഇതുമ്മയാണ് കൊത്ത് കിട്ടുന്നതൊക്കെ. കാരണം ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ കട എവിടെയാണെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല. അതുകൊണ്ട് ഒരു കഷ്ണം ഇതേപ്പോൾ കൊത്ത് കൊണ്ടു. ഇതിങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. കാരണം അല്ലാതെ നമുക്ക് ഇവിടുത്തെ മണ്ണ് ഇത്തിരി ഹാർഡാണ്. ഇവിടെ കട്ടക്കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കൊത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, പോകാൻ പുറത്തേക്കൊണ്ട് ഇതിലാണ് കൊത്തി പൊളിക്കണേ. ഞാൻ അല്പം വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടാണ്, കാരണം നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ എന്ന് ഓർത്ത്. ഞങ്ങൾ കാച്ചിൽ നടുന്ന വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ വെറുതെ നട്ടിടാറാണ് പതിവ്. കുറച്ച് കരിയിലയും ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് വെറുതെ നട്ടിടാറുള്ളൂ. വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. പിന്നീട് അത് ശ്രദ്ധിക്കാറുമില്ല സത്യം പറഞ്ഞാൽ. കാരണം നടണ ഒരു ഉഷാറിൽ നട്ടുപോകും. പിന്നെ ഇതുപോലെ വിളവെടുപ്പും, ഇത് രണ്ടുമാണ് മെയിനായിട്ട്. ഇതിനിടയ്ക്കുള്ള സമയത്ത് ഇതിനെ ശ്രദ്ധിക്കാനോ അതിന് വളമിടാനൊന്നും സമയം കിട്ടാറില്ല. നമ്മൾ തിരക്കുകളും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ കാരണം ഇതാക്കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയാണ് വരുന്നത്. ഇത് നമ്മുടെ ആട്ടിൻകൂടിനോട് ചേർന്ന് തന്നെ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ വീട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത്. വള്ളി വിടുമ്പോൾ നമ്മൾ നേരെ മരത്തിലേക്ക് ഒരു വള്ളി കെട്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കയറ്റി വിടും. ഒരു വലിയ കഷ്ണം കിട്ടി. ഇനിയുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് കൊത്തി നോക്കാം. ഏതായാലും കുത്തിപ്പൊളിച്ച് ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളതെന്ന് വിചാരിക്കണു. ഇതിങ്ങനെ കുത്തു കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ അത് കഷ്ണമാക്കി അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് എടുക്കുകയും ചെയ്യാം. കുറച്ച് നമ്മുടെ അടുത്തുള്ളവർക്കും നമ്മുടെ അനിയൻ്റെ വീട്ടിലും തറവാട്ടിലൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് സ്മിത മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിത്തുകളായിട്ട് മാറ്റി വയ്ക്കാം. ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് എടുത്തിട്ട് ബാലൻസ് ഉള്ളത് വിത്തായിട്ട് മാറ്റി വയ്ക്കാം. എല്ലാത്തിൻ്റെ ഓരോ കഷ്ണം നമുക്ക് അങ്ങനെ നോക്കി മുറിച്ചെടുക്കാം. ഏതായാലും നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം പുഴുങ്ങിക്കഴിഞ്ഞാലും അത് പുഴുക്കായിട്ട് വെച്ചാലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും, നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഇതെല്ലാം മുറിച്ച് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ളതും വിത്തിനുള്ളത്. ബാലൻസ് ഈ കുത്തു കൊണ്ടൊക്കെ നമ്മൾ ആടിനെ തീറ്റ കഴിക്കുന്നതിന് കൂടെ ഇട്ട് കഴിച്ചു കൊടുക്കും.